ഈ ചാനലിൽ ഞാൻ കണ്ട എനിക്ക് നല്ലതെന്ന് തോന്നിയ സിനിമകൾ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതേപടി നിങ്ങൾ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്ന സിനിമകൾ ഞാൻ കാണാറുമുണ്ട്. അങ്ങനെ ഒരു സജഷന്റെ പുറത്ത് ഞാൻ കണ്ടൊരു സിനിമയെ പറ്റിയാണ് ഈ വീഡിയോ. പറഞ്ഞു വരുന്നത് 2013 പുറത്തിറങ്ങിയ റെഡ് റെയിൻ എന്ന ചിത്രത്തെ പറ്റിയാണ്. അന്ന് മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വന്നുപോയ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. കാരണം ഇത് ബോക്സ് ഓഫീസിൽ വിജയിക്കാത്ത അല്ലെങ്കിൽ എവിടെയും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമയാണ്. എന്നാൽ പിൽക്കാലത്ത് ഇതേ സംവിധായകന്റെ ഭൂതകാലവും ഭ്രമയുഗവും ഒക്കെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയപ്പോഴായിരിക്കും ആളുകൾ ഇദ്ദേഹത്തിന്റെ മറ്റേതെങ്കിലും വർക്കുകൾ ഉണ്ടോ എന്നറിയാൻ ശ്രമിക്കുന്നതും ഈ സിനിമ കണ്ടെത്തുന്നതും പിന്നീട് ഓൺലൈനിൽ അതിനെ പ്രകീർത്തിക്കുന്നതും. അങ്ങനെ 12 വർഷങ്ങൾക്ക് ഇപ്പുറം ഞാനും ആ പടം കണ്ടു. പടം കാണാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ സിനിമയെ വാനോളം പ്രശംസിച്ചുകൊണ്ടുള്ള 2-3 യൂട്യൂബ് വീഡിയോസും കണ്ടു. അപ്പോൾ എന്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയാം. 2013 കാലഘട്ടത്തിൽ ഈ സിനിമ എന്തുകൊണ്ടായിരിക്കും പരാജയപ്പെട്ടതെന്ന് സിനിമ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അക്കാലത്ത് ജനങ്ങൾ കണ്ടിഷ്ടപ്പെട്ട ദൃശ്യം, മെമ്മറീസ്, ശൃംഗാരവേലൻ തുടങ്ങിയ സിനിമകളെ പോലെയല്ല ഈ സിനിമ സഞ്ചരിക്കുന്നത്. സോ എന്തുകൊണ്ട് ഇത് അന്ന് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നതിന് നമുക്കൊരിക്കലും പ്രേക്ഷകരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഇനി ഈ സിനിമ 2025 കണ്ട എനിക്കോ നമ്മുടെ പാലക്കാടൻ ഗ്രാമങ്ങളിൽ ഒരു അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട് അഥവാ UFOയുടെ സാന്നിധ്യം കാണുന്നതും ആര് കാണുന്നു? അവിടെയുള്ള സാധാരണക്കാരായ ഓട്ടോ ഡ്രൈവറും ചായക്കടക്കാരനും ഒക്കെ. അപ്പൊ ഈ ഒരു പ്രിമാസസിലാണ് പടം തുടങ്ങുന്നത്. അമേരിക്കക്കാര് സിനിമ ഉണ്ടാക്കുമ്പോൾ ഭൂമിയിലേക്ക് വരുന്ന എല്ലാ അന്യഗ്രഹ ഐറ്റംസും അമേരിക്കയിലായിരിക്കും ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ ഒരു മലയാളി അത്തരത്തിലുള്ള ഒരു സിനിമ എടുക്കുമ്പോൾ സെയിം സംഗതി നമുക്കറിയാവുന്ന ഒരു പശ്ചാത്തലത്തിൽ കാണിച്ചു തരുന്നു. സംഗതി നൈസ് ആയിരുന്നു. ഒരുപാട് വിഷ്വൽ എക്സ്ട്രാ വേഗൻസി ഒന്നുമില്ല, പക്ഷെ കാണിക്കുന്നതൊക്കെ കൺവിൻസിംഗ് ആയിരുന്നു. പക്ഷെ ഇതൊരു ലോ ബജറ്റിൽ തയ്യാറാക്കപ്പെട്ട സിനിമയാണെന്നൊരു ഫീല് നമുക്ക് മൊത്തത്തിൽ ഉണ്ടാവും. അങ്ങനെ ആ കണ്ട പ്രതിഭാസത്തിന് പുറകിലെ സത്യം അന്വേഷിച്ചിറങ്ങുന്ന നായകനും സംഘവുമാണ് സിനിമയുടെ പശ്ചാത്തലം. അങ്ങനെ പടം മുന്നോട്ട് പോയി ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ കൂട്ടത്തിൽ ഒരു കഥാപാത്രത്തിന് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ക്യാമിൽ പകർത്തുന്ന ഒരു ശീലമുണ്ട്. സോ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ലാർജ്ലി അയാളുടെ ക്യാമറയിൽ കൂടിയാണ് നമുക്കും കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. അതെങ്ങനെയാവും നമുക്ക് ഫീൽ ചെയ്യുക എന്ന് ഞാൻ പറയണ്ടല്ലോ. ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി 1-2 മിനിറ്റ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ പല വലിയ ഭാഗങ്ങളും അങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നിലെ പ്രേക്ഷകന് സത്യം പറഞ്ഞാൽ അത് ആലോചനമുണ്ടാക്കി. ഇനി അതും കഴിഞ്ഞ് പടം അവസാനിച്ചപ്പോൾ മൊത്തത്തിൽ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ്. അതായത് പല ചോദ്യങ്ങൾക്കും ഇനിയും ഉത്തരം കിട്ടാനുണ്ടെന്നൊരു ഫീൽ. ഇനി മറ്റൊരു കാര്യം, ഈ സിനിമയിൽ 2 ഫോറിൻ കഥാപാത്രങ്ങളുണ്ട്. സിനിമയുടെ ആദ്യ ഭാഗങ്ങളിൽ അവർ ഭാഗമായ കോൺവെർസേഷൻസ് കാണുന്ന നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വളരെ സ്മാർട്ടായി സിനിമ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ പടം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ തമ്മിൽ ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അതിനൊരു തർജ്ജമയോ സബ്ടൈറ്റിലോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുമില്ല. സോ ആകെ മൊത്തം പറഞ്ഞാൽ ആ ഒരു വീഡിയോ ക്യാം കൊണ്ടുള്ള പരിപാടികളൊന്ന് കുറച്ച് ആ സിനിമയിൽ തന്നെ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കുറച്ചുകൂടി ഉത്തരങ്ങൾ നൽകിയിരുന്നെങ്കിൽ ഇതുപോലൊരു ഫ്രഷ് കൺസെപ്റ്റ് മലയാളത്തിൽ കൊണ്ടുവന്ന ഈ ഒരു സിനിമ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടേനെ. എനിക്കറിയാം ഈ സിനിമയെ പറ്റി നിങ്ങൾ ഓൺലൈനിൽ എവിടെ സെർച്ച് ചെയ്താലും നല്ലത് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷെ എന്നിലെ പ്രേക്ഷകന് തോന്നിയത് എന്താണോ ഞാൻ അത് അതേപോലെ പറയുന്നു. സോ നിങ്ങളിൽ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ശേഷം ഞാൻ പറഞ്ഞത് എത്രത്തോളം അക്യുറേറ്റ് ആണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം.